ആകെ 12 രാശികളല്ലേ ഉള്ളത്. ആ 12 രാശികൾക്കും നമ്മുടെ തല തൊട്ട് പാദം വരെയുള്ള ഓരോരോ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വളരെ എളുപ്പമാണ്. നമ്മൾ ഒന്ന് തല അങ്ങനെ പാദം വരെ 12 അങ്ങ് വിഭജിക്കണം. എന്നിട്ട് ഓരോ ഭാഗത്തിനും 12 രാശികൾ അല്ലെങ്കിൽ 12 ഭാവങ്ങൾ. 12 ഭാവങ്ങൾക്കും ഇത് തന്നെയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തല മേടം, മുഖം ഇടവം, തോള് കൈ അത് മിഥുനം, നെഞ്ച് കർക്കിടകം, വയറ് ചിങ്ങം, അടിവേർ ഭാഗം കന്നി, അതിന് താഴെയുള്ള ഭാഗം തുലാമു, പിന്നെ രഹസ്യ ഭാഗങ്ങളെല്ലാം തന്നെ വൃശ്ചികത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ തുടഭാഗം ധനു, മുട്ടുഭാഗം മകരം, അതിന് താഴെയുള്ള ഭാഗം കുംഭം, പാദങ്ങള് മീനം. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ശരീരഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ 1 തൊട്ട് 12 വരെയുള്ള ഭാവങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. 1 മേടമെന്ന് കണക്കാക്കിയിട്ട് 12 മീനം അതുവരെ അങ്ങനെ കൊടുക്കണം. ഇതൊക്കെ മെഡിക്കൽ അസ്ട്രോളജിയിൽ നമുക്ക് വളരെയധികം ഗുണപ്രദമാണ്. ഏത് ഭാഗത്തിനാണ് അസുഖം എന്നൊക്കെ കണ്ടുപിടിക്കാൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ വിശദമായിട്ടുള്ളതാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിന്, മുഖം, കണ്ണുകൾ ഇവ മേടൻ രാശിയിൽ ഉൾപ്പെടും. മുഖത്തിന് നമ്മൾ ഇടവൻ രാശിയും കൊടുക്കാറുണ്ട്. പിന്നെ കഴുത്ത്, തൊണ്ട, പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ്, പിന്നെ നമ്മുടെ വോക്കൽ കോഡ്സ് ഇതെല്ലാം ഇടവൻ രാശിക്കും. നമ്മുടെ തോളുകള്, കൈകൾ, ലങ്സ്, ഹാൻഡ്സ്, നെർവസ് സിസ്റ്റം ഇതെല്ലാം നമ്മൾ മിഥുനൻ രാശിക്കും. നെഞ്ച്, വയർ, പാങ്ക്രിയാസ് ഇത് കർക്കിടകൻ രാശിക്കും. ഹാർട്ട്, സ്പൈൻ ഈ പുറം ഭാഗങ്ങളെല്ലാം ചിങ്ങൻ രാശിക്കും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ അങ്ങനെയുള്ളതെല്ലാം ഡൈജഷനും ഇതെല്ലാം കന്നി രാശിക്കും. അഡ്രീനൽ ഗ്ലാൻഡ്സ്, ബട്ടോക്സ്, കിഡ്നീസ് ഇതെല്ലാം തുലാം രാശിക്കും. ജനനേന്ദ്രിയങ്ങള്, മാസമുറ സംബന്ധമായ കാര്യങ്ങള്, പിന്നെ വിസർജന സംബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം വൃശ്ചികൻ രാശിക്കും. തുടകൾ, കരൾ, ഹിപ്സ് ഇതെല്ലാം ധനുരാശിക്കും. എല്ലുകൾ, ജോയിന്റ്സ്, ഗൾ ബ്ലാഡർ ഇതെല്ലാം മകരൻ രാശിക്കും. പിന്നെ ഈ കാൽമുട്ടുകള്, അതിനോട് ചുറ്റിനുമുള്ള ഭാഗങ്ങള്, സർക്കുലേറ്ററി സിസ്റ്റം, വെയിൻസ് ഇതെല്ലാം കുംഭൻ രാശിക്കും. പാദങ്ങള്, നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സ്, ലിംഫാറ്റിക് സിസ്റ്റം ഇതെല്ലാം മീനൻ രാശിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഏത് രാശിയിലാണോ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ശരീരഭാഗങ്ങൾക്ക് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി ബലഹീനത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്, വേദന അതുപോലെയൊക്കെയുള്ളത്. അതേസമയം ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അത് നല്ല ബലമുള്ള ഭാഗങ്ങളായിരിക്കും. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏത് ഭാഗത്തിനാണ് അസുഖം വരാനുള്ള സാധ്യത, എപ്പോഴാണ് ഈ അസുഖം, അതായത് ദശാകാലമൊക്കെ നോക്കുമ്പോൾ എപ്പോഴാണ് അസുഖം വരാനുള്ള സാധ്യത, ഇതിൽ നിമിഷം മതി കണ്ടുപിടിക്കാൻ. ഒരു കുഞ്ഞുണ്ടാകുമ്പോഴേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ